നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണിനെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ തേർഡ് പേഴ്സണിൽ നിന്നും എങ്ങനെ മോചിതനാക്കി അല്ലെങ്കിൽ മോചിതയാക്കി നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ്. ഈ കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു റിച്വലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ റിച്വൽ അവസാനം കാണിക്കുന്നതായിരിക്കും. ആ റിച്വൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ആ റിച്വൽ നിങ്ങൾ ചെയ്യുമ്പോൾ തേർഡ് പേഴ്സൺ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അകന്നു പോകുന്നത് എന്നും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സണിനെ എങ്ങനെയാണ് അകറ്റാൻ പോകുന്നത് എന്നുള്ളതും, നിങ്ങളിലേക്ക് എങ്ങനെയായിരിക്കും ആ വ്യക്തി തിരികെ വരാൻ പോകുന്നതും എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ഈ ഒരു റീഡിങ്ങിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം ആ റിച്വൽ ചെയ്യുക. 100% റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് ഞാൻ തരുന്ന ഉറപ്പല്ല, ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 3 of Swords, ഷാഡോ ഓഫ് 2 of Wands, 6 of Pentacles, ഷാഡോ ഓഫ് Page of Cups, the Chariot, 6 of Cups, ഷാഡോ ഓഫ് 2 of Pentacles, Queen of Wands, 5 of Cups, ഷാഡോ ഓഫ് Magician കാർഡ്, ഷാഡോ ഓഫ് 2 of Swords, 3 of Wands. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഷാഡോ ഓഫ് 7 of Cups ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ സമയം തൊട്ട് ഇത് വാലിഡ് ആകുന്നതായിരിക്കും. ഈ ഒരു റിച്വൽ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരേപോലെ ചെയ്യാവുന്നതാണ്. ഈ ഒരു റിച്വൽ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ റീഡിങ്ങിൽ പറയാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക. റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് ഇല്ലാത്ത ആരും തന്നെ ഈ ഒരു വീഡിയോ കാണാതിരിക്കുക. തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റീഡിംഗ് കണ്ട് ആവശ്യമില്ലാത്ത ചിന്തയും നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയെ വലിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കുക. ഈ ഒരു റീഡിങ്ങിൽ യൂണിവേഴ്സ് പറയാൻ പോകുന്നത്, നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പെയിൻ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടായ മാനസിക വിഷമം, ആ ഒരു പെയിൻ അവസാനിക്കാൻ പോവുകയാണ് എന്നാണ്. നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്, ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഒരുപാട് കാലങ്ങളോ ഒത്തിരി മാസങ്ങളോ ഒന്നും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് വരും, എപ്പോൾ തിരികെ നിങ്ങളിലേക്ക് വരും എന്ന് നിങ്ങൾ കാത്തിരുന്ന ഓരോ ദിവസവും വേദനയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്ത ആ നിമിഷം നിങ്ങളുടെ അരികിലെത്തി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു തേർഡ് പേഴ്സൺ കാരണം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായ മുറിവുകളും വേദനകൾക്കും പെട്ടെന്ന് തന്നെ, വളരെയധികം വേഗത്തിൽ തന്നെ ശാന്തി ലഭിക്കാൻ പോവുകയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ആ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ വേണോ വേണ്ടായോ എന്നുള്ള കാര്യം നിങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് എന്നാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിന്തകളെ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ പ്രവൃത്തിയാണ് ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ നിന്നും അകന്നു മാറുന്നത് നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ശാന്തതയോടുകൂടി അത് നോക്കിക്കാണുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഇനി കോൺടാക്ട് ചെയ്യാനോ, ഒരു മെസ്സേജ് അയക്കാനോ, ഒരു മെയിൽ അയക്കാനോ, ഫോൺ വിളിക്കാനോ പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടും തന്നെ അന്വേഷിക്കേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ റിച്വൽ മാത്രം ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഒരുപാട് കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് മാസങ്ങളോ ദിവസങ്ങളോ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇനിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക പോലുമില്ല.
തേർഡ് പേഴ്സണിനെ ഇനി ആ വ്യക്തിയുടെ ലൈഫിൽ ഇനി നിലനിർത്തണോ വേണ്ടായോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും ഇനി ഉണ്ടാകില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു ചിന്ത പോലും തേർഡ് പേഴ്സണെ കുറിച്ച് 1% പോലും ചിന്ത, ഒരു തോട്ടില്ലാതെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഉടനടി വരുന്നതായിരിക്കും. ആ തേർഡ് പേഴ്സണിന് ഇനി ഉണ്ടാകാൻ പോകുന്നത്, ഈ ഒരു റിച്വൽ നിങ്ങൾ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സമയം തന്നെ ആ ഒരു തേർഡ് പേഴ്സണിൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി നിരാശ മാത്രമായിരിക്കും. എന്തൊക്കെ നിങ്ങളെ സ്നേഹിച്ച വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ എന്തൊക്കെ ബ്ലാക്ക് മാജിക് ആണോ, എന്തൊക്കെ റിച്വൽസ് ആണോ ആ തേർഡ് പേഴ്സൺ നടത്തിയത്, അതൊന്നും ഇനി എഫക്റ്റ് ആവുകയില്ല. അതിൻ്റെ എഫക്റ്റൊക്കെ ഈ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ ആ തേർഡ് പേഴ്സണിൽ നിന്നുള്ള നെഗറ്റീവ് എനർജീസ് കംപ്ലീറ്റ്ലി അവസാനിക്കുന്നതായിരിക്കും. തേർഡ് പേഴ്സണിൻ്റെ ലൈഫിൽ ഇനി ഉള്ള മൂമെൻറ്റ്സ് മുഴുവനും, ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും ഒരു നിരാശയുടെ തുടക്കമായിരിക്കും. തേർഡ് പേഴ്സൺ ഇനി എന്തൊക്കെ വിചാരിച്ചാൽ പോലും, എങ്ങനെയൊക്കെ നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാലും, തേർഡ് പേഴ്സൻ്റെ അരികിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ആ ഒരു തേർഡ് പേഴ്സൻ്റെ പ്രവൃത്തി ഇനി നടക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ എന്തൊക്കെ പവർ ഉപയോഗിച്ചാലും, കൈവശമാണെങ്കിലും വശീകരണമാണെങ്കിലും എന്തൊക്കെ ഒരു കൂടോത്രമാണെങ്കിലും അത് ഉപയോഗിച്ചാൽ തന്നെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിനെ ഇനി നിയന്ത്രിക്കാനാകില്ല. നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പ്രവർത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ നിന്ന് തേർഡ് പേഴ്സൺ അകലണം എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതും തന്നെ നടക്കുന്നതായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും നോക്കി ഇനി നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമോ വരത്തില്ലേ എന്നുള്ള കൺഫ്യൂഷൻസ് പോലും ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്തതിന് ശേഷം വളരെ ശാന്തമാവുക. നിങ്ങൾക്കെല്ലാം യൂണിവേഴ്സ് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു റിച്വൽ ചെയ്യാൻ കുറച്ച് നിയമങ്ങൾ പാലിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങളുടെ ഭാഗത്ത് 100% ന്യായമുണ്ടായിരിക്കണം. തേർഡ് പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്നും അകന്നു പോകുമ്പോൾ, ഇല്ലാതാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ സന്തോഷമാണോ കിട്ടുന്നത് ആ സന്തോഷത്തോടു കൂടി വേണം ഈ ഒരു റിച്വൽ ചെയ്യുവാൻ. നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് പൂർണ്ണമായും വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷമായിരിക്കണം ഈ ഒരു റിച്വൽ ചെയ്യുമ്പോഴും ചെയ്തതിന് ശേഷവും നിങ്ങൾക്കുണ്ടാകേണ്ടത്. 100% വിശ്വാസത്തോടുകൂടി മാത്രമായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അരികിലേക്ക് വന്നു എന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു റിച്വൽ സന്തോഷത്തോടുകൂടി ചെയ്ത് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു രീതിയിലുള്ള നെഗറ്റീവ് എനർജീസും ഒരു രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം 1% നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് ആവുകയില്ല. ഈ ഒരു റിച്വൽ ചെയ്യേണ്ടത് 21 ദിവസമാണ്. കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം. ലേഡീസാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ടൈമിലും അവർക്കിത് ചെയ്യാവുന്നതാണ്. 100% വിശ്വാസത്തോടുകൂടിയും കമ്മിറ്റ്മെൻറ്റോടുകൂടിയും ചെയ്യുക. ആരെടുത്തും പക തീർക്കണം അല്ലെങ്കിൽ റിവെഞ്ച് എന്ന ഭാവത്തിൽ ഇത് ചെയ്യാതിരിക്കുക. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അകറ്റുവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാതിരിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കും. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, അതായത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും തമ്മിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ മറ്റൊരു തേർഡ് പേഴ്സൺ, വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലാതെ വേറൊരു തേർഡ് പേഴ്സൺ ആണ് കടന്നു വന്ന് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ തട്ടിയെടുത്തത് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിച്വൽ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ടാകുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ തിരിച്ചടി ലഭിക്കുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ചെയ്യുക. റിച്വൽ എന്താണെന്നുള്ളത് പറയാം. ആദ്യം തന്നെ ഒരു ചുമന്ന പേന എടുക്കുക. ചുമന്ന പേന എടുത്തിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ വരച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ പേര് എഴുതുക. ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേരെഴുതുക. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ പേരെഴുതുക. റൈറ്റ് സൈഡിൽ ആ ഒരു തേർഡ് പേഴ്സൻ്റെ പേരെഴുതുക. നിങ്ങൾക്ക് ആ തേർഡ് പേഴ്സൻ്റെ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ എന്നെഴുതുക. എന്നിട്ട്
ഒരു ഇൻഫിനിറ്റ് സിമ്പല് നിങ്ങളുടെ പേരും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേരും ജോയിൻ ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. ആ ഇൻഫിനിറ്റ് സിമ്പലിൻ്റെ അകത്ത് നിൽക്കണം നിങ്ങളുടെ പേരും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേരും. ആ ജോയിൻ്റ് ആവുന്ന ആ ഒരു പോർഷനിൽ ലവ് എന്നെഴുതുക. ഈ ഒരു പിക്കിൽ കാണുന്ന രീതിയിൽ, ഈ ഒരു പിക്ചറിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക. ആ ഇൻഫിനിറ്റ് സിമ്പലിൻ്റെ അകത്ത് തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നെയിമും നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ആ തേർഡ് പേഴ്സൺ എന്ന് എഴുതിയ ഭാഗത്ത് ആ തേർഡ് പേഴ്സൻ്റെ എടുത്ത് ആ റെഡിങ് കൊണ്ട് 3 തവണ കട്ട് ചെയ്യുക. നിങ്ങൾ ഡെയിലി ഈ ഒരു റിച്വൽ ചെയ്യുക. ഡെയിലി ചെയ്യുമ്പോഴും പുതിയ പേപ്പറിൽ തന്നെ ചെയ്യുക. 21 ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. 21 ദിവസം നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച് 21 ദിവസത്തിന് ശേഷം ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച് കത്തിച്ച് കളയുക. ഓരോ ദിവസം ചെയ്യുമ്പോഴും പേപ്പേഴ്സ് കത്തിച്ച് കളയുകയല്ല വേണ്ടത്. 21 ദിവസം ഇത് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഒന്നിച്ചാണ് പേപ്പേഴ്സ് കത്തിച്ച് കളയേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് നിങ്ങളുടെ അരികിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്യുക. 100% വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അരികിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. തേർഡ് പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കംപ്ലീറ്റ്ലി ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതായിരിക്കും. പിന്നെ ഒരിക്കലും നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇടയിൽ ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വരികയില്ല. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഇത് ഒരു യൂണിവേഴ്സൽ റിച്വലാണ്. ഒരിക്കലും ദുരുപയോഗപ്പെടുത്താതിരിക്കുക. ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും, താമസിക്കാതെ തന്നെ. ഇന്നലെ ഇട്ട വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം. എല്ലാവരും വളരെ വിശ്വാസത്തോടു കൂടി പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മറ്റ് പരിഹാരങ്ങൾ ഇവിടെ ചെയ്തു തരുന്നതുമായിരിക്കും. കുടുംബകലഹങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ധനനഷ്ടം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കരിയർ സംബന്ധമായിട്ടുള്ള തടസ്സം, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജി, ഇതിനെല്ലാം പരിഹാരം ഇവിടെ ചെയ്തു കൊടുക്കുന്നതുമായിരിക്കും. 7 ചക്രാസ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ ക്ലാസ്സിൻ്റെ 2nd ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്